നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ LACയുടെ SIR പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബൈക്ക് റാലി നടത്തി. ഇടുക്കി ജില്ലാ സബ് കളക്ടർ അനൂപ് ഗാർഗ് റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. മുരിക്കാശ്ശേരിയിൽ നടന്നു വന്നിരുന്ന 36ാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം ADM ഷൈജു P ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം അവസാനിച്ചു. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാതാ പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാ മാതാവിന്റെ തിരുനാൾ ആഘോഷത്തോടനുബന്ധിച്ച് ശനിയാഴ്ച വിപുലമായ ചടങ്ങുകൾ നടന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് തൊടുപുഴയുടെ ജനകീയ ചെയർമാനായി മാറിയ K ദീപക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. തൊടുപുഴ LACയുടെ SIR പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബൈക്ക് റാലി നടത്തി. രണ്ടാഴ്ചയായി എല്ലാ ഉദ്യോഗസ്ഥരും SIR ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നതിന് വേണ്ടിയാണ് ബൈക്ക് റാലി നടത്തിയത്. 140 മണ്ഡലങ്ങളിൽ തൊടുപുഴയിലാണ് ആദ്യമായി ഫോം വിതരണം പൂർത്തിയാക്കിയത്. സബ് കളക്ടർ അനൂപ് ഗാർഗ് റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇടുക്കി തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ SIR പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനായി ബൈക്ക് റാലി സംഘടിപ്പിച്ചു. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് സമീപത്ത് നിന്ന് ആരംഭിച്ച റാലി ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ് ഫ്ലാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ SIR പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ഫോം വിതരണം ആദ്യമായി പൂർത്തിയാക്കിയത് തൊടുപുഴ മണ്ഡലത്തിലാണ്. കഴിഞ്ഞ രണ്ടാഴ്ചയായി മണ്ഡലത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരും SIR ജോലികളിൽ സജീവമായി ഏർപ്പെട്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും സഹകരണമാണ് ഈ നേട്ടത്തിന്റെ പിന്നിലെന്ന് സബ് കളക്ടർ അനൂപ് ഗാർഗ് പറഞ്ഞു. SIR Special Intensive Revision 2026. Idana motto is that no eligible citizen should be left behind and no ineligible citizen should be included in the electoral roll. Adina Sesham entire machinery including the DLOR, village officer room, area supervisors, AERO, Tehsildar, ERO, district election office കഴിഞ്ഞ 2 ആഴ്ച വളരെ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നു. കേരളത്തിൽ തൊടുപുഴ വളരെ നന്നായി പെർഫോമൻസ് ചെയ്യുന്നു. സോ അത് as per that we have gathered here to promote awareness among the people. ഇപ്പോൾ already 100% distribution is completed. പിന്നെ ഇപ്പോൾ around 15% digitization also is completed. So another our target is that we complete everything by 26th, and by next month we come out with a draft electoral roll. So for that we have a bike rally which is organized by the AERO here, and really happy to be here. എനിക്ക് വളരെ സന്തോഷമാണ്. SIRന്റെ മാപ്പിംഗ് 2022-2025 വരെയുള്ള വോട്ടർ പട്ടികയുടെ മാപ്പിംഗ് ഫസ്റ്റ് തന്നെ ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം എന്യൂമറേഷൻ ഫോമിൻ്റെ വിതരണം സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിൽ ഏറ്റവും ആദ്യം തന്നെ തൊഴിൽ LAC എന്യൂമറേഷൻ ഫോമിൻ്റെ വിതരണങ്ങൾ നടത്തി കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങളിപ്പം വെരിഫിക്കേഷനും വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടും ഡീറ്റെയിൽസേഷനായിട്ട് ഇത് ഫുൾ വോട്ടർ ഈ മാപ്പ് ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് ചെയ്യുന്ന ഭാഗമായിട്ട് ഓരോ വില്ലേജ് തലത്തിൽ ഓരോ വില്ലേജിലും അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിലും വില്ലേജ് ഓഫീസ് വില്ലേജർമാരുടെയും അതുപോലെ തന്നെ BLOമാരുടെയും താലൂക്കിലെ ജീവനക്കാരുടെയും നേതൃത്വത്തിൽ സെൻറ്ററുകൾ പ്രവർത്തിക്കുകയാണ്. അതുപോലെ തന്നെ തൊഴിൽ താലൂക്ക് ഓഫീസിൽ ഇതിനുവേണ്ടി ഒരു ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡിജിറ്റലൈസേഷൻ സെൻറ്റർ ഡീറ്റെയിലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നെറ്റ് സൗകര്യങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് ഡീറ്റെയിലൈസേഷൻ സെൻറ്റർ നടത്തുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും SIRന്റെ പ്രൊമോഷന് വേണ്ടി ഞങ്ങൾ ഫുൾ ടൈം ഇതിനുവേണ്ടി തന്നെ റവന്യൂ ജീവനക്കാർ, താലൂക്കും വില്ലേജ് ജീവനക്കാർ ബഹുമാനപ്പെട്ട സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. റാലിയിൽ വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുരിക്കാശ്ശേരിയിൽ നടന്നു വന്നിരുന്ന 36ാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു. പോയിന്റ് നിലയിൽ 930 പോയിന്റ് നേടി തൊടുപുഴ 1ാം സ്ഥാനവും 905 പോയിന്റ് നേടി കട്ടപ്പന 2ാം സ്ഥാനവും കരസ്ഥമാക്കി. മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ നടന്ന സമാപന സമ്മേളനം ഇടുക്കി ADM ഷൈജു P ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഗീത PC അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ വടക്കേൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി.
5 ദിവസങ്ങളിലായാണ് ഇടുക്കി ജില്ലാ സ്കൂൾ കലോത്സവം നടത്തിയത്. സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, മുരിക്കാശ്ശേരി പള്ളി പാരിഷ് ഹാൾ, ജ്യോതി നഴ്സറി സ്കൂൾ, SNDP ഹാൾ, മാതാ ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലാണ് പ്രധാന മത്സരവേദികൾ ഒരുക്കിയിരുന്നത്. മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ തൊടുപുഴ 930, കട്ടപ്പന 905, അടിമാലി 876, നെടുങ്കണ്ടം 722, പീരുമേട് 657, അറക്കുളം 520, മൂന്നാർ 233 എന്നിങ്ങനെയാണ് സബ് ജില്ലാ അടിസ്ഥാനത്തിൽ പോയിന്റ് നില. സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ നടന്ന സമാപന സമ്മേളനം ഇടുക്കി ADM ഷൈജു P. ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. സമൂഹങ്ങൾ തമ്മിലുള്ള വ്യക്തികളെ നോക്കാതെ, പണ്ഡിതനും പാമരനും നോക്കാതെ, പ്രമാണിയും സാധാരണക്കാരനും നോക്കാതെ എല്ലാവരും ഒത്തൊരുമിച്ച് ജീവിക്കാൻ ഉള്ള പ്രേരക ശക്തി ആവണം കലകൾ. കാരണം ഗിരീഷ് പുത്തഞ്ചേരി ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു ഗാനരചയിതാവായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു രാത്രി, അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. ഞാൻ നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ഈ കലകളെ കുറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്പാർക്ക് വീണാൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ, നിങ്ങൾ ഒരുപക്ഷെ ഈ പറയുന്ന ഫോർമലായിട്ട് ഈ കലകളൊന്നും അഭ്യസിക്കാത്തവര്, അതാ എനിക്ക് പറയാനായിട്ടുള്ളത്. ഞാൻ ഏറ്റവും ആദരിക്കുന്ന ഗായകനായ SPB, അദ്ദേഹം ഫോർമലായിട്ട് സംഗീതം പഠിച്ചില്ല എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തിന്റെ സംഗീതം ഇപ്പോഴും കേട്ടുകൊണ്ടാണ് ഉറങ്ങാറുള്ളത്. അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് പറയാം. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരിലും കഴിവുണ്ട്, ഓരോരുത്തരിലും അന്തർലീനമായ കഴിവുകളുണ്ട്. നിങ്ങൾ ഇന്ന് ഒരാൾ പോലും ഇവിടുന്ന് ഡെസ്പായിട്ട് പുറത്തു പോകാനായിട്ടുള്ളവരല്ല. നിങ്ങൾ ഇന്ന് വന്നിട്ട് ഈ കലോത്സവത്തിന്റെ ഊർജം പങ്കിട്ടുകൊണ്ട് എടുത്തുകൊണ്ട് മത്സരങ്ങൾ സുഗമമായി നടത്തുവാൻ പ്രയത്നിക്കുകയും സഹായിക്കുകയും ചെയ്ത മുരിക്കാശ്ശേരി പോലീസ് സേനാംഗങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, സ്കൂളിലെ വിവിധ യൂണിഫോം സംഘടനകൾ തുടങ്ങിയവരെ അനുമോദിച്ചു. ഇടുക്കി വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഗീത PC അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ വടക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പ്രോഗ്രാം ജോയിന്റ് ജനറൽ കൺവീനർ സിബിച്ചൻ തോമസ്, ഹെഡ്മിസ്ട്രസ് ജിജിമോൾ മാത്യു, ഷാജിമോൻ KR, PTA പ്രസിഡന്റ് ജെയ്സൺ K. ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനിച്ചു. ഇടുക്കി ജില്ലയിൽ മുനിസിപ്പാലിറ്റി, ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിലായി 4257 പേർ സ്ഥാനാർത്ഥികളായി മത്സര രംഗത്തുണ്ട്. ഇതിൽ 2143 പേർ വനിതകളും 2114 പേർ പുരുഷന്മാരുമാണ്. ഇതുവരെ ലഭിച്ച കണക്കുകൾ പ്രകാരം ജില്ലയിൽ 6110 നാമനിർദ്ദേശ പത്രികകൾ ലഭിച്ചു. ജില്ലാ പഞ്ചായത്തിലേക്ക് 132 നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനിച്ചു. ഇടുക്കി ജില്ലയിൽ മുനിസിപ്പാലിറ്റി, ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിലായി 4257 പേർ സ്ഥാനാർത്ഥികളായി മത്സര രംഗത്തുണ്ട്. ഇതിൽ 2143 വനിതകളും 2114 പുരുഷന്മാരുമാണ് ഉള്ളത്. ഇതുവരെ ലഭിച്ച കണക്കുകൾ പ്രകാരം ജില്ലയിൽ 6110 നാമനിർദ്ദേശ പത്രികകൾ ലഭിച്ചു. ഇതിൽ 3033 എണ്ണം സമർപ്പിച്ചത് പുരുഷന്മാരും 3077 എണ്ണം വനിതകളുടേതുമാണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് 132 നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടത്തി. ബന്ധപ്പെട്ട വരണാധികാരികളാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടത്തിയത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സാധുവായ സ്ഥാനാർത്ഥികളുടെ പട്ടിക വരണാധികാരി തയ്യാറാക്കി പ്രസിദ്ധീകരിക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ 24 ഉച്ചകഴിഞ്ഞ് 3 വരെയാണ്. പത്രിക പിൻവലിക്കേണ്ട സ്ഥാനാർത്ഥികൾ നേരിട്ടോ നിർദ്ദേശകനെ അധികാരപ്പെടുത്തിയോ ഫോറം പൂരിപ്പിച്ച് വരണാധികാരിക്ക് നേരിട്ട് സമർപ്പിക്കണം. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനുള്ള അവസാന സമയത്തിന് ശേഷം വരണാധികാരികൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രസിദ്ധീകരിക്കും. വരണാധികാരിയുടെ ഓഫീസിലും ബന്ധപ്പെട്ട പഞ്ചായത്ത്, നഗരസഭാ ഓഫീസിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക പരസ്യപ്പെടുത്തും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ടർപോളിൻ ഷീറ്റ് വലിച്ചുകെട്ടിയ വീട്ടിൽ ദുരിത ജീവിതം നയിച്ച വയോധികയും മക്കളും. ശങ്കരപ്പള്ളി ലക്ഷമീട് കോളനിയിൽ കുഴിമരത്തിൽ മോളി കൃഷ്ണൻകുട്ടിയാണ് 4 സെന്റ് സ്ഥലത്തിൽ പണിതിരിക്കുന്ന കൊച്ചു വീട്ടിൽ കഴിയുന്നത്. ചെറിയ മഴ പെയ്താൽ പോലും സുരക്ഷാ ഭീഷണി നേരിടുന്ന അവസ്ഥയിലാണ് ഈ വീട്. ഇപ്പോൾ ഈ വീടൊന്ന് പുതുക്കി പണിയുവാൻ പോലും മോളിക്ക് സാധിക്കില്ല. വർഷങ്ങൾക്ക് മുൻപ് മോളിയുടെ അമ്മയ്ക്ക് പഞ്ചായത്തിൽ നിന്നും ലഭിച്ചതാണ് ഈ 4 സെന്റ് സ്ഥലം. പുറമ്പോക്കിൽ കിടക്കുന്നവർക്ക് അന്ന് സർക്കാരിൽ നിന്നും സ്ഥലം നൽകിയതിനൊപ്പമാണ് ഈ സ്ഥലം അമ്മയ്ക്കും ലഭിച്ചത്. അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലെന്നും സുരക്ഷിതമായ വീട് വെച്ച് താമസിക്കണമെന്നുണ്ടെന്നും മോളി പറയുന്നു. ഇത് അമ്മയ്ക്ക് പഞ്ചായത്തിൽ നിന്ന് അന്ന് കൊടുത്തതാ. പുറമ്പോക്കി കിടക്കുന്നവർക്ക് 4 സെന്റ് സ്ഥലം നിർമ്മിച്ച് അന്ന് പഞ്ചായത്തിൽ നിന്ന് കൊടുത്തതാ. അപ്പം അന്നൊന്നും വീട് വെച്ച് കൊടുത്തതല്ല, അത് സ്ഥലമായിട്ടായിരുന്നു. അപ്പം അന്ന് അമ്മയ്ക്ക് കിട്ടിയ സ്ഥലമാണിത്. പിന്നെ ഈ കാണുന്ന വീടെല്ലാവരും ലോൺ വെച്ച്
പഞ്ചായത്തിൽ നിന്ന് അപേക്ഷ വെച്ചൊക്കെ പണിതാണ് എല്ലാവരും. ഞങ്ങൾക്ക് അങ്ങനെ പണിയാൻ അമ്മയുടെ പേര് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് 6 മക്കളാണ് അമ്മയ്ക്ക്. അതിൽ ഏറ്റവും മൂത്ത ആളാണ് ഞാൻ. എനിക്ക് ഈ 6 മക്കളുടെ പേരിൽ ആക്കിയിട്ടില്ല. ഇത് അമ്മയുടെ പേര് തന്നെയാണ് നിലവിൽ ഇപ്പോഴും കിടക്കുന്നത്. അമ്മ മരിച്ചു, അച്ഛൻ മരിച്ചു. ഇനിയിപ്പം എനിക്കിവിടെ പെര വെക്കുവോ നന്നായിട്ട് കിടക്കണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷെ അത് സാധിക്കുകയില്ല. എൻ്റെ പേരിൽ സ്ഥലമാക്കണമെങ്കിൽ 5 പേർക്ക്, എൻ്റെ ഒഴിവാക്കി 5 പേർക്ക് വീതിക്കണം. അപ്പം അങ്ങനെ വീതിക്കാൻ ഉള്ള നിർഭാഗമില്ല. എനിക്ക് 3 പെൺപിള്ളേരാണ്. മൂത്ത ആളെ കെട്ടിച്ച് വിട്ട് 3 പിള്ളേരാണ്. അതിൻ്റെ ഭർത്താവ് മരിച്ചു. അപ്പം അതെൻ്റെ കൂട്ടത്തിലാണ്. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാതാ പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ തിരുനാളാഘോഷത്തോടനുബന്ധിച്ച് ശനിയാഴ്ച വിപുലമായ ചടങ്ങുകൾ നടന്നു. വിശുദ്ധ കുർബാന, നൊവേന, അമ്പ്, മുടി എഴുന്നള്ളിക്കൽ, ലദ്ദീഞ്ഞ്, തിരുനാൾ കുർബാന എന്നിവ ഉണ്ടായിരുന്നു. ഫാദർ ജോർജ് മാതേക്കൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഫാദർ ജോസഫ് കുഞ്ചിറക്കാട്ട് തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ആൻഡ്രോസ് മൂലയിൽ പ്രദക്ഷിണത്തിന് നേതൃത്വം വഹിച്ചു. നിരവധി വിശ്വാസികളാണ് തിരുനാളിനോടനുബന്ധിച്ചുള്ള പ്രദക്ഷിണത്തിൽ പങ്കെടുത്തത്. 23-ന് ഈ വർഷത്തെ തിരുനാളാഘോഷം സമാപിക്കും. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാതാ പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ തിരുനാളാഘോഷത്തിന്റെ ഭാഗമായി ശനിയാഴ്ച വിശുദ്ധ കുർബാന, നൊവേന, അമ്പ്, മുടി എഴുന്നള്ളിക്കൽ, ലദ്ദീഞ്ഞ്, തിരുനാൾ കുർബാന, പ്രദക്ഷിണം എന്നിവ നടന്നു. ഫാദർ ജോർജ് മാതേക്കൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഫാദർ ജോസഫ് കുഞ്ചിറക്കാട്ട് തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ആൻഡ്രൂസ് മൂലയിൽ പ്രദക്ഷിണം നയിച്ചു. തുടർന്ന് സമാപന പ്രാർത്ഥനയും നടന്നു. എനിക്കറിയത്തില്ല എന്ന് ഞാൻ ആശുപത്രി ഒന്നും ഭയപ്പെടണ്ട, എല്ലാ കാര്യവും 10 ദിവസം കൊണ്ട് മാറിക്കോളും എന്ന് പറഞ്ഞ് ഒന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും കരുതലോടെ വിളിച്ചത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഇന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴൊരു ചോദിച്ചു അങ്ങനെ പോകണം, അച്ഛന്മാർ പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ കഴിയില്ല, ഒന്നുകൂടി ഞാൻ പറയുകയാണ് പോകണം എന്ന് പുതിയ പക്ഷേ എനിക്ക് പോകണം കുഴപ്പമൊന്നുമില്ല, ഞാൻ പിടിച്ചു തരുന്നു. അത്രയും സ്നേഹവും സന്തോഷവും കരുതലും എൻ്റെ 1 വർഷക്കാലം ഇവിടുത്തെ മകനെ പോലെ നോക്കിയതാണ്. എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊച്ചു വാശികളോടുകൂടി വാശിയില്ല ഒത്തിരി സ്നേഹത്തോടെ ഇവിടെ കടന്നു വരികയാണ് ഉണ്ടായത്. ഒത്തിരി സന്തോഷവും അഭിമാനവും കടന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ മുക്കാൽ ഭാഗവും പരിചയമുള്ള മുഖങ്ങൾ തന്നെയാണ് നമ്മോട്. 23-ന് ഞായറാഴ്ച രാവിലെ 5:45-ന് ഫാദർ എബ്രഹാം നിരവത്തിനാലും 7:15-ന് ഫാദർ ജോർജ് പൂനാട്ട് VCയും വിശുദ്ധ കുർബാന അർപ്പിക്കും. രാവിലെ 9 മണിക്ക് കുട്ടികളുടെ വിദ്യാരംഭ ശുശ്രൂഷ, പാഠപുസ്തക വെഞ്ചരിപ്പ്, 9:30-ന് മേരി നാമധാരികളുടെ കാഴ്ച സമർപ്പണം,
9:45 ലതീഞ്ഞ് തിരുനാൾ പാട്ടുകുർബാന ഫാദർ പ്രിൻസ് പരത്തനാൽ CMI നയിക്കും. തിരുനാൾ സന്ദേശം റവറൻ ഡോക്ടർ ഫ്രാൻസിസ് കോലോത്ത് നൽകും. 11:30 പ്രദക്ഷിണം. ഫാദർ ജോജോ മണ്ണാഞ്ചേരി MC. 12:15 സമാപന പ്രാർത്ഥന. 24 തിങ്കളാഴ്ച മരിച്ചവരുടെ ഓർമ്മ ദിനം ആചരിക്കും. രാവിലെ 6 വിശുദ്ധ കുർബാന, സെമിത്തേരി സന്ദർശനം, ഒപ്പീസ് എന്നിവ നടക്കും. വിജ്ഞാനമാത പള്ളിയിൽ ഇടവക തിരുനാളിനോടനുബന്ധിച്ച് എല്ലാ വർഷത്തെയും പോലെ ഈ പ്രാവശ്യവും കുട്ടികളെ എഴുത്തിനിരുത്തുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇടവകയിലുള്ളവർക്കും ഇതര ഇടവകകളിലുള്ളവർക്കും കുട്ടികളുടെ വിദ്യാരംഭത്തിന് സൗകര്യമുണ്ട്. എഴുത്തിനിരുത്തുവാൻ താല്പര്യമുള്ളവർ പള്ളിയിൽ പേര് നൽകുകയോ അന്നേ ദിവസം രാവിലെ കുട്ടികളുമായി എത്തിച്ചേരുകയോ ചെയ്യണം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കെ ദീപക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് തൊടുപുഴയുടെ ജനകീയ ചെയർമാനായി മാറിയ കെ ദീപക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തൊടുപുഴ നഗരസഭ 5-ാം വാർഡ് വെങ്ങല്ലൂർ മുനിസിപ്പൽ സ്കൂൾ വാർഡിൽ നിന്നുമാണ് ജനവിധി തേടുന്നത്. ഇതിനു മുൻപ് 3 വട്ടം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. തൊടുപുഴയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ശ്രദ്ധേയമായ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിച്ചിട്ടുണ്ട്. വികസനം, ശുചീകരണം, ആരോഗ്യ പരിപാലനം, നഗര സൗന്ദര്യവൽക്കരണം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സമഗ്രമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചിട്ടുണ്ട്. തൊടുപുഴ നഗരസഭ 5-ാം വാർഡില് വെങ്ങല്ലൂർ മുനിസിപ്പൽ UP സ്കൂളില് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പൊതുരംഗത്തെ പ്രവർത്തനം, ജനങ്ങളുമായുള്ള ഏറ്റവും അടുത്ത സൗഹൃദവും മുതൽക്കൂട്ടായാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ 3 വട്ടം നഗരസഭാ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും വെങ്ങല്ലൂർ മേഖലയിൽ 3, 5, 4 വാർഡുകൾ കേന്ദ്രീകരിച്ചായിരുന്നു എൻ്റെ പ്രവർത്തനം. ആ മേഖലയിലെ സമഗ്രമായ ഒരു വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് നിരവധി കാര്യങ്ങൾ ചെയ്യുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിലാദ്യം ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ കഴിയുന്ന ഒരു കാര്യം, 3-ാം വാർഡിൽ തൊടുപുഴ നഗരസഭയിൽ അനുവദിച്ച ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകളിൽ ഒരെണ്ണം അവിടെ തുടങ്ങുന്നതിന് സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനമായുള്ള ഒരു കാര്യം. ആ ഒരു പ്രദേശത്തെ ആളുകൾക്ക് മുഴുവൻ, വെങ്ങല്ലൂര് മുതൽ ഏതാണ്ട് തിയേറ്ററുംപടി മുതലുള്ള ഭാഗത്തുള്ള മുഴുവൻ ആളുകൾക്കും ആ വെൽനസ് സെൻ്റർ അവിടെ വന്നതോടുകൂടി ഏറെ പ്രയോജനം ചെയ്തിരുന്നു. തൊടുപുഴയിൽ സർക്കാർ ഹോസ്പിറ്റലിൽ വരുന്ന പല ആളുകൾക്കും ഇപ്പോൾ അവിടെ പോയി ഡോക്ടറെ കാണുന്നതിനും ഒക്കെയുള്ള സൗകര്യമുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഒരു 7 മാസക്കാലമായി തൊടുപുഴ നഗരസഭ ചെയർമാൻ എന്ന ഒരു പദവി കൂടി എനിക്ക് ലഭിക്കുകയുണ്ടായി. ആ ഒരു സ്ഥാനലബ്ധിക്ക് ശേഷം നഗരസഭയിൽ ചെറിയ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിന് എനിക്ക് സാധിച്ചു. അതെനിക്ക് വളരെ സന്തോഷം ഉള്ള ഒരു കാര്യമാണ്. നഗരസഭയിൽ വളരെ കാലങ്ങളായി, വർഷങ്ങളായി പണി തീർന്നു കിടന്ന മങ്ങാട്ടുകോല ഷോപ്പിംഗ് കോംപ്ലക്സ് അത് തുറന്നു കൊടുക്കുന്നതിന് സാധിച്ചിരുന്നില്ല. എന്നാൽ നിരന്തരമായ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായി അവിടെ ഫയർ NOCയും ലിഫ്റ്റും ഒക്കെ സ്ഥാപിച്ച് അത് കെട്ടിടങ്ങളിലെ മുറികൾ പൂർണ്ണമായി തന്നെ തുറന്ന് വാടകയ്ക്ക് കൊടുക്കുന്നതിനും അത് പുതിയ സ്ഥാപനങ്ങൾ അതിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മുൻവശത്തേക്കായി ബസ്സുകൾ കയറ്റി നിർത്തുന്നതിനും ആളുകൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ അവിടെ ഇരിക്കുന്നതിനൊക്കെയുള്ള സൗകര്യങ്ങളും ചെയ്യാൻ സാധിച്ചു. രണ്ടാമതായി എനിക്ക് തോന്നുന്നു, നഗരസഭയിൽ നമുക്കറിയാം, നഗരസഭാ കെട്ടിടം സൗകര്യമേറെ കുറഞ്ഞ ഒരു ബിൽഡിങ്ങാണ്. അപ്പോൾ അവിടെ വരുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഓഫീസിൽ വന്ന് കാര്യങ്ങൾ സാധിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നഗരസഭാ ഓഫീസിന് താഴെയായി ഒരു ഫ്രണ്ട് ഓഫീസ് ആരംഭിക്കുന്നതിന് സാധിച്ചു. അവിടെ അപേക്ഷകൾ നൽകുന്നതിനും അതുപോലെ തന്നെ ടാക്സ് അടയ്ക്കുന്നതിനും മറ്റ് ആളുകളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ ഒരു എൻക്വയറി കൗണ്ടർ തന്നെ അവിടെ സ്ഥാപിക്കുന്നതിനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രായമായ ആളുകളൊക്കെ വന്നാൽ അവർക്ക് അവിടെ ഇരിക്കുന്നതിന് വേണ്ട ഇരിപ്പിടം ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. നഗരസഭാ പാർക്കിൽ കളി ഉപകരണങ്ങൾ, പുതിയതായി കുറേ കളി ഉപകരണങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അത് ലൈറ്റുകളൊക്കെ ക്രമീകരിച്ച് നല്ല ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുന്നതിനും അത് ആളുകൾക്ക് തുറന്നു കൊടുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോതായിക്കുന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റ്, അതിൻ്റെയും ബിൽഡിങ്ങിൻ്റെ പണി തീർന്നിട്ട് വളരെ വർഷങ്ങളായി. എന്നാൽ അതിൻ്റെ STP ടോയ്ലറ്റ് സ്ഥാപിക്കുന്നതിന് സാധിച്ചിരുന്നില്ല. അതിന് സാങ്കേതികമായ പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ തടസ്സങ്ങളെല്ലാം മാറ്റുന്നതിന് വേണ്ടി ശുചിത്വ മിഷനും
അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉൾപ്പെടെ കണ്ട് ആ പ്ലാനിൽ തന്നെ പല മാറ്റങ്ങളും വരുത്തിക്കൊണ്ട് അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് അത് ആളുകൾക്ക് തുറന്നു കൊടുക്കാനും സാധിച്ചു. മഴയ്ക്ക് മുമ്പായി തന്നെ ആ ഓടകൾ മുഴുവൻ സ്ലാബ് മാറ്റി, ആ സ്ലാബെല്ലാം മാറ്റിക്കൊണ്ട് ആ മുഴുവൻ ഓടകളും ശുചീകരിച്ച് ഉണ്ടായിരുന്ന വേസ്റ്റുകൾ മുഴുവൻ കോരി മാറ്റി അവിടുന്ന് സ്ലാബുകൾ ഒടിഞ്ഞു പോയതെല്ലാം മാറ്റി പുതിയ സ്ലാബുകളെല്ലാം ഇട്ടുകൊണ്ട് അത് പൂർണ്ണമായും വെള്ളം ഒഴുകുന്നതിന് ഉള്ള രീതിയിൽ സജ്ജീകരിക്കുകയുണ്ടായി. അപ്പം അതോടുകൂടിയ മഴക്കാലമുണ്ടായ അതിശക്തമായ മഴ ഇപ്രാവശ്യം ഉണ്ടായപ്പോഴും വെള്ളക്കെട്ട് ഒരു സ്ഥലത്തും ഉണ്ടായില്ല എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വികസനപരമായ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്ന വളരെ ഒരു ചാരിതാർത്ഥ്യം എന്നെ സംബന്ധിച്ചുണ്ട്. മാത്രമല്ല നിരവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിനൊക്കെയുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും വരുന്ന ഒരു കൗൺസിലിനെ സംബന്ധിച്ച് അത് നല്ല രീതിയിൽ അതിൻ്റെ ഒരു കോർഡിനേഷൻ നടത്തിക്കൊണ്ട് ആ പണികളെല്ലാം പൂർത്തീകരിച്ച് നഗരസഭയെ ഏറ്റവും മനോഹരമാക്കി മാറ്റുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നഗരസഭാ കൗൺസിലിലേക്ക് മത്സരിക്കുമ്പോൾ, ഈ തവണ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എല്ലാവരുടെയും ഒരു പിന്തുണ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും എൻ്റെ ഒരു പങ്കാളിത്തം കൊണ്ട് ഇനിയും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എല്ലാം മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അറിയിക്കാറുള്ളത്. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വണ്ടിപ്പെരിയാർ ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചതോടെ ബ്ലോക്കിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമായി. വണ്ടിപ്പെരിയാർ ഡിവിഷനിൽ മത്സരിക്കുന്നതിന് 2 നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത് ആശങ്കയ്ക്ക് വഴിയൊരുക്കിയെങ്കിലും അവസാന നിമിഷം ഷാരി ബിനു ശങ്കറിനെ വണ്ടിപ്പെരിയാർ ഡിവിഷൻ സ്ഥാനാർത്ഥിയായി നിലനിർത്തുകയായിരുന്നു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വണ്ടിപ്പെരിയാർ ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചതോടെ ബ്ലോക്കിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വണ്ടിപ്പെരിയാർ ഡിവിഷനുകളിലേക്കുള്ള മത്സരാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതോടുകൂടിയാണ് അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ വണ്ടിപ്പെരിയാർ ഡിവിഷനുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം പൂർത്തീകൃതമായത്. തേങ്ങാക്കൽ ഡിവിഷനിൽ നിന്നും DCC ജനറൽ സെക്രട്ടറി PA അബ്ദുൾ റഷീദ്, മഞ്ചുമല ഡിവിഷനിൽ നിന്നും A കലൈൻസർ, സ്പ്രിംഗ് വാലി ഡിവിഷനിൽ നിന്നും വനിതാ മുരുകൻ എന്നിവർ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചപ്പോൾ വണ്ടിപ്പെരിയാർ ഡിവിഷനിൽ മത്സരിക്കുന്നതിന് 2 നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത് അല്പം ആശങ്കകൾക്ക് വഴിയൊരുക്കിയിരുന്നു. വിജയകുമാരി ഉദയസൂര്യൻ, ഷാരി ബിനുശങ്കർ എന്നിവരായിരുന്നു ഒരേ ഡിവിഷനുകളിലേക്ക് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചിരുന്നത്. എന്നാൽ ചർച്ചകൾക്കൊടുവിൽ വിജയകുമാരി ഉദയസൂര്യൻ പിന്മാറിയതോടെ ഷാരി ബിനുശങ്കർ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി. തെരഞ്ഞെടുപ്പ് വരണാധികാരി കാർഡമം സെറ്റിൽമെന്റ് ഓഫീസറുടെ മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത്. സ്ഥാനാർത്ഥികൾ സത്യപ്രതിജ്ഞ ചൊല്ലിയാണ് പത്രിക സമർപ്പണം നടത്തിയത്. DCC ജനറൽ സെക്രട്ടറി സ്ഥാനത്തുള്ള PA അബ്ദുൾ റഷീദും യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഷാരി ബിനുശങ്കറിനും ഇത് കന്നി അംഗമാണ്. സ്പ്രിംഗ് വാലി ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന വനിതാ മുരുകൻ കഴിഞ്ഞ തവണ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ചിരുന്നു. കലഞ്ചറും മുൻപ് മത്സര രംഗത്തുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ UDF വിജയിച്ച സ്പ്രിംഗ് വാലിയിൽ ഇത്തവണയും വിജയക്കുടി പാറിക്കുവാൻ ലക്ഷ്യമിടുമ്പോൾ കഴിഞ്ഞ തവണ പരാജയപ്പെട്ട വണ്ടിപ്പെരിയാർ മഞ്ചുമല ഡിവിഷനുകൾ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് UDF. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. ബുസ്താൻ കഫേ ആൻഡ് ഫുഡ് കോർട്ട് തൊടുപുഴ വടക്കുമുറി മങ്ങാട്ടുകവല ബൈപ്പാസിൽ പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K ദീപക് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സിനി ആർട്ടിസ്റ്റ് ജാഫർ ഇടുക്കി ആദ്യ വിൽപ്പന നിർവഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ആശംസകൾ നേർന്നു. അൽഫാം, ഷവർമ, സ്നാക്സ് ഐറ്റംസ്, ജ്യൂസ്, ഐസ്ക്രീം, ഷേക്ക്, കോക്ടെയിൽ കൂടാതെ 35 വെറൈറ്റിയിലധികം ചായകളും സ്ഥാപനത്തിൽ നിന്ന് ലഭ്യമാണ്. ഇടുക്കിയുടെ ഹൃദയമായ തൊടുപുഴയിൽ വടക്കുമുറി മങ്ങാട്ടുകവല അല്ലസർ കോളേജ് ബൈപ്പാസിൽ നാവിൽ കൊതിയൂറും രുചിവിഭവങ്ങളുമായി ബുസ്താൻ കഫേ ആൻഡ് ഫുഡ് കോർട്ട് പ്രവർത്തനം ആരംഭിച്ചു. അൽഫാം, ഷവർമ, സ്നാക്സ് ഐറ്റംസ്, ജ്യൂസ്, ഐസ്ക്രീം, ഷേക്ക്, കോക്ടെയിൽ കൂടാതെ 35 വെറൈറ്റിയിലധികം ചായകളും സ്ഥാപനത്തിൽ നിന്ന് ലഭ്യമാണ്. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ മുനിസിപ്പൽ ചെയർമാൻ K ദീപക് ബുസ്താൻ കഫേ ആൻഡ് ഫുഡ് കോർട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നല്ല ഒരു റെസ്റ്റോറൻറ്റ് വേണം എന്നത്
എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പറയാൻ കാരണം നമുക്കറിയാം, അൽ-അസ്ഹർ കോളേജും എഞ്ചിനീയറിംഗ് കോളേജ്, ദന്തൽ കോളേജ് എല്ലാം സ്ഥിതി ചെയ്യുന്ന ഈ സമീപ പ്രദേശത്ത് ഏറ്റവും അധികം തിരക്ക് ഉള്ള ഒരു റോഡ് കൂടിയാണിത്. എത്രയോ വിദ്യാർത്ഥികൾ നമുക്കറിയാം ഈ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്, അതുപോലെ ഇതിലെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണം ലഭ്യമാകുന്നതിന് ഒരവസരം ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. തീർച്ചയായും ഈ സ്ഥാപനത്തിൻ്റെ ഉടമകൾ നിരവധി കാലങ്ങളായി ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിച്ച് വിവിധങ്ങളായ മേഖലകളിലെ പരിചയസമ്പന്നരാണ് എന്നത് തന്നെ ഏറ്റവും നല്ല ഭക്ഷണവും ഏറ്റവും വൃത്തിയും അതുപോലെ സ്വാദിഷ്ടവുമായ ഭക്ഷണം നൽകാൻ അവർക്ക് സാധിക്കും എന്ന കാര്യത്തിൽ നമുക്കാർക്കും യാതൊരു സംശയവുമില്ല. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി രാജു തരണയിൽ, സെക്രട്ടറി സി കെ നവാസ്, KHFA സംസ്ഥാന പ്രസിഡന്റ് MN ബാബു, മുനിസിപ്പൽ കൗൺസിലർ സഫിയ ജബാർ എന്നിവർ ആശംസകൾ നേർന്നു. പല വിദേശ രാജ്യങ്ങളിലുള്ള പോലെ തന്നെ ഫുഡ് കോർട്ടുകളുടെ കാലവുമാണ്. നമുക്ക് പണ്ടൊക്കെ തൊടുപുഴയിൽ ഇതിങ്ങനെ ഫുഡ് കോർട്ടില്ല, ഏതിൽ ഹോട്ടൽ മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് വളരുന്ന തൊടുപുഴയ്ക്ക് ഒരു മാറ്റുകൂട്ടുന്നതിനുള്ള ഒരു സംരംഭമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഒട്ടനവധി നമ്മുടെ നാട്ടിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെയാണ് തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇവിടെ സാറൊക്കെ പറഞ്ഞ പോലെ കുറേ കോളേജുകളുണ്ട്. പിന്നെ ന്യൂമാൻ കോളേജിൻ്റെ പിള്ളേരെ വിട്ടുപോയോ സാറ്? അവിടെ നിന്നും പിള്ളേർ വരും. അവിടെ നിന്നും കറങ്ങിയടിച്ച് വരാൻ നല്ല സൗകര്യം. അവിടെ നിന്ന് ഒറ്റ വരവ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് വരാം. എന്താണേലും ശരി, ഈ സ്ഥാപനമായാലും തൊട്ടപ്പുറത്തെ സ്ഥാപനമായാലും അതിൻ്റെ അപ്പുറത്തെ സ്ഥാപനമായാലും എല്ലാ സ്ഥാപനങ്ങളെയും നമ്മൾ വളർത്തി വലുതാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ എല്ലാ സാന്നിധ്യത്തിൽ നിന്ന് തുടക്കം കുറിച്ചിരിക്കുന്ന ഈ ബുസ്താൻ കഫേക്ക് എല്ലാവിധ നന്മകളും വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ നാട്ടിലുള്ള സംരംഭകരായിട്ടുള്ളവർ തുടങ്ങുന്ന പ്രസ്ഥാനങ്ങൾക്ക് അകമഴിഞ്ഞ് സഹകരിക്കുന്ന ഒരു സഹകരണ മനോഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പെരിപെരി സ്പൈസി അൽഫാം, പെരിപെരി സ്വീറ്റി, ഹണി ചില്ലി, ബാർബിക്യൂ, പെപ്പർ, നോർമൽ അൽഫാം, റൊമാലി റോൾ ഷവർമ, റൊമാലി പ്ലേറ്റ്, കുബൂസ് പ്ലേറ്റ്, പോപ്കോൺ, ഫ്രഞ്ച് ഫ്രൈസ്, എല്ലാവിധ ജ്യൂസ്, ഷേക്ക്, കോക്ടെയിൽ, ഐസ്ക്രീമുകളും 35 വെറൈറ്റിയിലധികം ചായകളും സ്ഥാപനത്തിൽ നിന്ന് ലഭ്യമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഷവർമ പ്ലസ് ഫ്രഷ് ലൈം, ഷവർമ പ്ലസ് ടീ, പഴംപൊരി ബീഫ്, നെയ്പത്തിരി ബീഫ് എന്നിവ 100 രൂപ നിരക്കിൽ ലഭ്യമാണ്. ബുസ്താൻ കഫേ ആൻഡ് ഫുഡ് കോർട്ടിന്റെ രുചിവൈവിധ്യങ്ങൾ ആസ്വദിക്കുവാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലവറ എന്ന പേരിൽ വിഭവസമൃദ്ധമായ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ സ്വയം ശേഖരിച്ച് തയ്യാറാക്കിയ വിവിധയിനം ഭക്ഷ്യവസ്തുക്കളുടെ പ്രദർശനമാണ് മേളയുടെ പ്രധാന ആകർഷണം. സ്കൗട്ട് ആൻഡ് ഗൈഡ്, സൗഹൃദ ക്ലബ്, NCC, NSS എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് സ്കൂളിൽ ഭക്ഷ്യമേള നടത്തിയത്. സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ നടന്ന മേള സ്കൂൾ മാനേജർ ഫാദർ ടോമി ആനിക്കുഴിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലവറ എന്ന പേരിൽ വിഭവസമൃദ്ധമായ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ സ്വയം ശേഖരിച്ച് തയ്യാറാക്കിയ വിവിധയിനം ഭക്ഷ്യവസ്തുക്കളുടെ പ്രദർശനമാണ് മേളയുടെ പ്രധാന ആകർഷണം. സ്കൗട്ട് ആൻഡ് ഗൈഡ്, സൗഹൃദ ക്ലബ്, NCC, NSS എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് ഭക്ഷ്യമേള നടത്തിയത്. സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ നടന്ന ഭക്ഷ്യമേള സ്കൂൾ മാനേജർ ഫാദർ ടോമി ആനിക്കുഴിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യവൈവിധ്യങ്ങളുടെ ശേഖരണം, പാചകം, മനോഹരമായ ക്രമീകരണം, പ്രദർശനം, രുചിക്കൂട്ടുകൾ പരിചയപ്പെടുത്തൽ തുടങ്ങിയ ഓരോ ഘട്ടങ്ങളിലും വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പുതിയ രുചികൾ പരിചയപ്പെടുവാനും വിഭവങ്ങളുടെ വൈവിധ്യം കാണുവാനും അവസരമൊരുക്കിയ കലവറ വേറിട്ടൊരു അനുഭവമായി. ജങ്ക് ഫുഡുകളുടെ പ്രചാരം വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ പഴയ തലമുറയുടെ ആരോഗ്യകരമായ വിഭവങ്ങൾ വീണ്ടും അവതരിപ്പിക്കുകയായിരുന്നു. വിവിധ ക്ലാസുകളിലെ കുട്ടികൾ അവതരിപ്പിച്ച പാചക വിഭവങ്ങളിൽ നിന്ന് വിജയിയെ കണ്ടെത്തുക തന്നെ ഒരു വെല്ലുവിളിയായിരുന്നു. വിജയികൾക്ക് സമ്മാനങ്ങൾ PTA പ്രസിഡന്റ് ജോളി ജോൺ വിതരണം ചെയ്തു. പ്രിൻസിപ്പൽ ജിജോ ജോർജ്, റീന ചെറിയൻ, സിജോ ജോൺ, അജിൻ T ചുമാർ, ജോസിൻ K ജോസ്, അഞ്ജലി M ആന്റണി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഭക്ഷ്യമേള സംഘടിപ്പിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രമുഖ സംഘടനകളായിട്ടുള്ള NSS, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്നിവയുടെയെല്ലാം നേതൃത്വത്തിലാണ് ഈ ഭക്ഷ്യമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ പുതിയ തലമുറ ജങ്ക് ഫുഡുകളെ ആസ്പദമാക്കി ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പഴയ തലമുറയിലുണ്ടായിരുന്ന ഭക്ഷ്യവിഭവങ്ങളെല്ലാം ഇവിടെ കുട്ടികൾ പരിചയപ്പെടുത്തുകയുണ്ടായി. പുതിയ തലമുറയിലെ ജങ്ക് ഫുഡുകളിൽ നിന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നവയെല്ലാം എത്രത്തോളം ആരോഗ്യപ്രദമായി നിർമ്മിക്കാൻ സാധിക്കുമെന്നുള്ളത് ഓരോ കുട്ടികളും കാണിച്ചു തന്നു. അതുപോലെ തന്നെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ഇവിടെ ഭക്ഷ്യമേള സംഘടിപ്പിച്ചപ്പോൾ പ്ലാസ്റ്റിക് എന്നുള്ള ആ ഒരു
ഇതിനെ മൊത്തത്തിൽ മാറ്റി നിർത്തിക്കൊണ്ടാണ് നമ്മളിവിടെ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു വിഭവത്തിൻ്റെ ഇതിലും പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു കണ്ടൻറ്റോ അതൊന്നും തന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ മറ്റ് പുതിയ തലമുറയിലെ വിഭവങ്ങളിലൊന്നും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടൊന്നും ഉപയോഗിക്കാതെ ഏറ്റവും ബെനഫിറ്റ് നമുക്ക് കിട്ടുന്ന ഏറ്റവും ബെനഫിറ്റലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുമാണ് ഇന്നിവിടെ ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ദൃശ്യവർഷം ഗാനസമാഹാരത്തിനുള്ള ചങ്ങമ്പുഴ അവാർഡ് ആൻഡോ കവലക്കാട്ട് രചിച്ച മ്യൂസിക്കൽ വൈബ്സിന് ലഭിച്ചു. ഇടപ്പള്ളി പത്തടിപ്പാലം PWD ഓഡിറ്റോറിയത്തിൽ ദൃശ്യവർഷം സാഹിത്യവേദിയുടെ കാവ്യോത്സവ വേദിയിൽ ചങ്ങമ്പുഴയുടെ പുത്രിയും സാഹിത്യകാരിയുമായ ലളിത ചങ്ങമ്പുഴ ദൃശ്യവർഷം ചങ്ങമ്പുഴ പുരസ്കാരം ആൻഡോ കവലക്കാട്ടിന് സമ്മാനിച്ചു. തൊടുപുഴ YMCA അഖില കേരള ബാലചിത്രരചന മത്സരം സംഘടിപ്പിച്ചു. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളിൽ വെച്ചാണ് മത്സരം നടത്തിയത്. നഴ്സറി മുതൽ 4 ഗ്രൂപ്പുകളായാണ് മത്സരം സംഘടിപ്പിച്ചത്. സ്കൂൾ ഹെഡ്മാസ്റ്റർ ഷിൻഡോ ജോർജ് മത്സരം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ YMCA പ്രസിഡന്റ് ബിസു ബേബി, സെക്രട്ടറി ഡോക്ടർ ഷെരീജ് ജോസ്, ട്രഷറർ ജോയ് തോമസ്, ബോർഡ് മെമ്പർമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. മത്സരത്തിൽ 100ഓളം കുട്ടികൾ പങ്കെടുത്തു. YMCA അഡ്മിനിസ്ട്രേറ്റർ ജെയിംസ് പുളിക്കൻ, ബോർഡ് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. തൊടുപുഴ YMCAയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും തന്നെ നമ്മൾ ഇതുപോലെ ചിത്രരചനാ മത്സരങ്ങൾ നടത്താറുണ്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ നടത്തുന്നത്. പല സ്കൂളുകളിൽ നിന്നുള്ള പല ഏജുകളിലുള്ള ആൾക്കാർക്ക് പങ്കെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടുന്ന് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടുന്ന ഉള്ള ആൾക്കാരുടെ തേർഡ് കിട്ടുന്ന മൂന്ന് ഇവിടുന്ന് നമ്മൾ കിട്ടുന്ന കേരളത്തിലെ നമ്മുടെ എല്ലാ YMCAകളിലെ സെന്ററുകളിലേക്കാണ് വിടുന്നത്. അവിടുന്ന് സെലക്ട് ചെയ്തിട്ട് അവിടുന്ന് ഫസ്റ്റ് കിട്ടുന്നവർക്ക് ക്യാഷ് പ്രൈസ് കിട്ടുന്നതാണ്. അതാണ് നമ്മളിവിടെ അതിന്റെ ഒരു ആരംഭമാണ് ഇവിടെ നടക്കുന്നത്. ഇനി ബാക്കിയുള്ളത് ഇതിന്റെ റിസൾട്ടുകൾ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നതാണ്. എല്ലാ സംവിധാനങ്ങളും നമ്മളിവിടെ ചെയ്യും. ഇപ്പം ഇതിന്റെ ഏജ് ഗ്രൂപ്പുകൾ നമ്മൾ കാര്യം പറഞ്ഞ LKG UKG അല്ലെങ്കിൽ നമ്മള് ഹൈസ്കൂൾ LP സ്കൂൾ എന്ന് പറഞ്ഞാൽ പോലും ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നിങ്ങളത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. 5 വയസ്സുള്ളവരാണ് നഴ്സറി ഗ്രൂപ്പിൽ പെടുന്നത്. അതായത് 20/11/2020 ശേഷം ജനിച്ച ആളുകൾ മാത്രമാണ് ആ ഗ്രൂപ്പിൽ വരുള്ളൂ. നമ്മൾ LKG UKG എന്നുള്ളതല്ല. 20/11/2020 ശേഷം നമ്മൾ നവംബർ 20-ാം തീയതി വെച്ചാണ് ഏജ് കൂട്ടുന്നത്. അതിനുശേഷം ജനിച്ചവരാണ് 5 വയസ്സുള്ള ഗ്രൂപ്പ്. പിന്നെ 6 വയസ്സ് മുതൽ 9 വയസ്സ് വരെ, 10 വയസ്സ് മുതൽ 12 വയസ്സ് വരെ, 13 വയസ്സ് മുതൽ 15 വയസ്സ് വരെ, അങ്ങനെ 4 ഗ്രൂപ്പാണുള്ളത്. അപ്പോൾ നമ്മൾ അതിനുള്ള സമ്മാനങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞു. സംസ്ഥാന തലത്തിൽ കിട്ടുന്നവർക്ക് 1ാം സമ്മാനം 5000 രൂപ, 2ാം സമ്മാനം 3000 രൂപ, 3ാം സമ്മാനം 2000 രൂപ. ഇവിടെ നമ്മൾ ഈ 4 ഗ്രൂപ്പിലെ ആളുകൾ കിട്ടുന്ന ഈ 3 സമ്മാനം വെച്ച് നമ്മളിവിടെ പ്രാദേശികമായിട്ടുള്ളൊരു സമ്മാനം, ചെറിയ സമ്മാനം കൊടുക്കും. അത് എന്താണെന്നുള്ളത് നമ്മൾ ബോർഡ് കൂട്ടിയിട്ട് തീരുമാനിക്കും. കലയന്താനി സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ കലയന്താനിലെ വെയിറ്റിംഗ് ഷെഡ് വൃത്തിയാക്കി. ശിശുദിനത്തിൽ മാതൃകാപരമായി പ്രവർത്തിച്ച വിദ്യാർത്ഥികൾക്ക് പവിത്ര ഫാഷൻ ഷോപ്പ് ഉടമ PK ശിവദാസൻ മധുരം നൽകി അനുമോദിച്ചു. കുട്ടികളെ സ്കൂൾ പ്രിൻസിപ്പൽ ജിജി ഫിലിപ്പ് അഭിനന്ദിച്ചു. പ്രവർത്തനങ്ങൾക്ക് NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ റെക്സി ടോം, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ അനിലം ജോർജ് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ LACയുടെ SIR പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബൈക്ക് റാലി നടത്തി. ഇടുക്കി ജില്ലാ സബ് കളക്ടർ അനൂപ് ഗാർഗ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. മുരിക്കാശ്ശേരിയിൽ നടന്നു വന്നിരുന്ന 36ാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം ADM ഷൈജു P ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം അവസാനിച്ചു. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാതാ പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാ മാതാവിന്റെ തിരുനാൾ ആഘോഷത്തോടനുബന്ധിച്ച് ശനിയാഴ്ച വിപുലമായ ചടങ്ങുകൾ നടന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് തൊടുപുഴയുടെ ജനകീയ ചെയർമാനായി മാറിയ K ദീപക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.